Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. എല്ലാവർക്കും നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വൈദ്യുതിക്കും കാന്തികതയ്ക്കും ഇടയിലുള്ള കൗതുകകരമായ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന വളരെ രസകരമായ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യം 1 പരിശോധിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. ഒരു ശക്തമായ കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾക്കിടയിലായി AB എന്നു പേരുള്ള ഒരു കോപ്പർ റോഡ് സസ്പെൻഡ് ചെയ്തു വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ബാറ്ററിയും സ്വിച്ചും അടങ്ങുന്ന ഒരു DC സർക്യൂട്ടുമായി ഈ റോഡ് ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഭാഗം എയിലെ പ്രധാന ചോദ്യം ഇതാണ്: നമ്മൾ ഈ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ കോപ്പർ റോഡിലൂടെ വൈദ്യുത പ്രവാഹം നടക്കും. അങ്ങനെയാണെങ്കിൽ റോഡ് AB ഏത് ദിശയിലേക്കായിരിക്കും ചലിക്കുക? ഇത് കണ്ടെത്താൻ നമ്മൾ ഏത് നിയമമാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. സർക്യൂട്ടിലൂടെ കറന്റ് ഒഴുകിത്തുടങ്ങുമ്പോൾ അത് അതിന്റേതായ ഒരു കാന്തികമണ്ഡലം സൃഷ്ടിക്കുകയും അത് സ്ഥിരകാന്തത്തിന്റെ കാന്തികമണ്ഡലവുമായി ഇടപഴകുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി റോഡ് AB മുകളിലേക്ക് ചലിക്കുന്നു. എന്നാൽ റോഡ് മുകളിലേക്കാണ് ചലിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് കൃത്യമായി മനസ്സിലാക്കിയത്? ഈ ചലന ദിശ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച ശാസ്ത്രീയ നിയമമാണ് ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം. വൈദ്യുതകാന്തികത പഠിക്കുമ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു നിയമമാണ്. ഫ്ലെമിംഗിന്റെ ഇടതുകൈ നിയമം എന്താണെന്ന് നമുക്ക് വ്യക്തമായി നോക്കാം. നിങ്ങളുടെ ഇടതുകൈയുടെ തള്ളവിരൽ, 1-ാം വിരൽ അഥവാ ചൂണ്ടുവിരൽ, 2-ാം വിരൽ അഥവാ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി, അതായത് 90 ഡിഗ്രി കോണവിൽ പിടിക്കുക. ഇതിൽ 1-ാം വിരൽ കാന്തികമണ്ഡലത്തിന്റെ ദിശയും 2-ാം വിരൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തള്ളവിരൽ ആ ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ അല്ലെങ്കിൽ ചലനത്തിന്റെ ദിശയെ സൂചിപ്പിക്കും. ഭാഗം എ നമ്മൾ വളരെ നന്നായി പൂർത്തിയാക്കി. ഇനി ഈ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഭാഗം ബി നോക്കാം. ഈ പുതിയ ചിത്രം ശ്രദ്ധിക്കൂ. ഉപചോദ്യം എ ചോദിച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ്. നിങ്ങൾക്ക് ഇതിന്റെ പേര് പറയാമോ? നമുക്ക് ഇതിന്റെ ഉത്തരം പരിശോധിക്കാം. ഇവിടെ ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്ന ഈ ഉപകരണം ഒരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. നമ്മുടെ വീടുകളിലെ ടിവിയിലും റേഡിയോയിലും എല്ലാം നാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഉപചോദ്യം ബി നോക്കാം. ഈ ഉപകരണത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. 1. ഇതിന്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. 2. ഈ ഉപകരണം പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കൃത്യമായ ഊർജ്ജമാറ്റം എന്താണ്? എങ്ങനെയാണ് ഈ സ്പീക്കർ പ്രവർത്തിക്കുന്നത്? ഇതിന്റെ പ്രവർത്തനത്തിന് ആധാരമായ ശാസ്ത്രീയ തത്വത്തെ മോട്ടോർ തത്വം എന്ന് വിളിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഫാനും വാട്ടർ പമ്പും എല്ലാം പ്രവർത്തിക്കുന്നത് ഇതേ തത്വം ഉപയോഗിച്ചാണ്. പരീക്ഷയ്ക്ക് മോട്ടോർ തത്വം കൃത്യമായി എങ്ങനെ എഴുതണം എന്ന് നോക്കാം. സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന വൈദ്യുതവാഹിയായ ഒരു ചാലകം കാന്തികമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിൽ ഒരു ബലം അനുഭവപ്പെടുകയും തൽഫലമായി അത് ചലിക്കാൻ പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടോർ തത്വം. ഇനി ഊർജ്ജമാറ്റത്തിന്റെ കാര്യം നോക്കാം. ഒരു ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുമ്പോൾ അതിലെ വൈദ്യുതോർജ്ജം നേരിട്ട് ശബ്ദോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നാം നൽകുന്ന ഇലക്ട്രിക് സിഗ്നലുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദതരംഗങ്ങളായി മാറുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന ദുർബലമായ വൈദ്യുത സിഗ്നലുകളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ആദ്യം വർദ്ധിപ്പിക്കുന്നു. തുടർന്ന് ഈ ശക്തിയേറിയ സിഗ്നലുകളെ കാന്തികമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിലിലൂടെ കടത്തിവിടുന്നു. മോട്ടോർ തത്വപ്രകാരം ഈ കോയിലിലൂടെ വൈദ്യുത പ്രവാഹം നടക്കുമ്പോൾ അതിൽ ഒരു ബലം അനുഭവപ്പെടുകയും അത് കമ്പനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ വോയിസ് കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു ഡയഫ്രവുമായാണ്. അതിനാൽ കോയിലിന്റെ കമ്പനം ഡയഫ്രത്തെയും കമ്പനം ചെയ്യിക്കുകയും വായുവിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച് ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മോട്ടോർ തത്വത്തെക്കുറിച്ചും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെക്കുറിച്ചുമുള്ള നമ്മുടെ വിശദമായ പഠനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ വിശദീകരണം നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ വീഡിയോ കണ്ടതിന് വലിയ നന്ദി. എല്ലാവർക്കും മികച്ച ഒരു പഠനാനുഭവം ആശംസിക്കുന്നു.